അപ്പോൾ നമസ്കാരം. നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നേഴ്സുമാരുടെ സാലറി ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഒരു അതേ ബേസിൽ തന്നെ പ്രശ്നം ഫേസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയും കൂടാണ് ഹോട്ടൽ ഇൻഡസ്ട്രി. ഇതിനെപ്പറ്റി ഇദ്ദേഹത്തെ അറിയായിരിക്കും, നമ്മുടെ ഷെഫ് സജിത്ത്. സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹോട്ടൽ ഇൻഡസ്ട്രിയെ പറ്റിയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന വളരെ എന്താ പറയുക, നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരു ഷെഫാണ്. പലർക്കും അറിയായിരിക്കും, പ്രത്യേകിച്ച് ഹോട്ടൽ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനും ഇതുപോലെ ചിന്തിച്ചതെന്നല്ല, ഇതിന് മുന്നേ ഞാനും ചിന്തിച്ചിരുന്നു ഇതുപോലെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഹോട്ടൽ ഇൻഡസ്ട്രി എന്നും. കാരണം ഞാൻ BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച് ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടാണ്. അപ്പോൾ ഷെഫ് പറയാൻ നമുക്കത് കേട്ട് നോക്കാം. ഓക്കെ, നമസ്കാരം, ഞാൻ ഷെഫ് സജിത്ത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ നേഴ്സുമാരുടെ സാലറിനെ പറ്റിയിട്ടുള്ള ഭയങ്കര ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴത്തെ നല്ല കുറെ കാലങ്ങളായിട്ടുള്ള ഒരു വിഷയമാണ്. നേഴ്സുമാരുടെ സാലറി ഭയങ്കര കുറവാണ്, അവർക്ക് ഡ്യൂട്ടി അവർ കൂടുതൽ, അത്രയ്ക്കും ഇവർ ഇത്ര ലക്ഷങ്ങൾ രൂപ കൊടുത്ത് പഠിച്ചിട്ടും നാട്ടിൽ സ്കോപ്പ് ഇല്ല എന്നുള്ളതിനെ പറ്റി ഭയങ്കര വാർത്ത നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സെയിം സംഭവം തന്നെയാണ് ഹോട്ടൽ ഇൻഡസ്ട്രി. ഇതുപോലെ ഡിഗ്രി ഒക്കെ പഠിച്ചു ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കുന്ന പിള്ളേർ കുറേ അധികം പിള്ളേരുണ്ട്. ഇവർക്കൊക്കെ ഇപ്പോഴും നാട്ടിൽ നമ്മുടെ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഭയങ്കര സാലറി കുറവാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടുന്ന് കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി അവിടെ ജോലി ചെയ്ത് അവിടെ സെറ്റിൽ ആവുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ആ ഒരു സാലറി സ്കെയിൽ ഭയങ്കര കുറവാണ്. ഇപ്പൊ നമുക്കൊരു സ്റ്റാഫിനെ വിളിക്കണം, അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്റ്റാഫിനെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിളിച്ചാൽ ആരും വരില്ല. എല്ലാവരും പുറത്തേക്ക് ജോലിക്ക് പോവുക എന്നുള്ളൊരു സ്കീം മാത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റാഫുകളെയും കിട്ടാനില്ല. അപ്പം നേഴ്സുമാരുടെ മാത്രമല്ല, ഹോട്ടൽ ഇൻഡസ്ട്രിയിലും ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങളുണ്ട്. സാലറി ഭയങ്കര കുറവാണ്. കാരണം എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു സാലറി കുറച്ചുകൂടി ഇൻക്രിമെന്റ് ആവുന്നില്ല എന്നൊരു പ്രശ്നം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. 4 സ്റ്റാർ ഹോട്ടൽ ആയിക്കോട്ടെ, 5 സ്റ്റാർ ഹോട്ടൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ, ചെയിൻ റെസ്റ്റോറൻറ്റ് ആയിക്കോട്ടെ, ഇവിടെ എല്ലാം ഉള്ളൊരു പ്രശ്നമാണ് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഒരു സാലറി കുറവ്. അപ്പം നമ്മുടെ ഇതിനും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് എൻ്റെ രീതിയിൽ ഞാനും ഒന്ന് പറയുകയാണ്. കാരണം ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അത്രയ്ക്കും എന്താണ് പറയേണ്ടത്, നമുക്ക് മനുഷ്യനൊരു ആരോഗ്യവും ഭക്ഷണവും എന്തായാലും വേണം അല്ലേ. അപ്പം അതിന് രണ്ടും എന്തായാലും ഈ ഒരു ഫീൽഡ് വേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളെയും കൂടി ഈ കൂട്ടത്തിൽ പരിഗണിക്കണമെന്ന് ഞാനൊന്ന് ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമസ്കാരം. അപ്പോൾ ഷെഫ് പറഞ്ഞു കേട്ടല്ലോ സംഭവം. ഈ ഒരു സംഭവത്തിനോട് ഞാനും 100% യോജിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ പ്രശ്നം, അതായത് തന്നെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറയുന്ന സംഭവത്തിൽ ഹോട്ടൽ ഇൻഡസ്ട്രി നമ്മുടെ ഇപ്പം പഠിച്ചിറങ്ങുന്ന പിള്ളേരായിക്കോട്ടെ, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന പിള്ളേരായിക്കോട്ടെ, ഇവരെല്ലാവരും നല്ല രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ അഡ്മിഷൻ ഫീ, എക്സാം ഫീ, അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെം ഫീ നല്ല എമൗണ്ട് ഉണ്ട്. ഇപ്പം തന്നെ ഞാൻ ഏകദേശം ഞാൻ പഠിച്ച സമയത്ത് ഒരു സെമ്മ് 40,000 വെച്ചിട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ആ ഫീ എന്നൊക്കെ പറഞ്ഞ് കുറേ ഫീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെ പോലും പഠിച്ചിറങ്ങിയപ്പോൾ ഒരു 5-6 ലക്ഷം രൂപ ഇതിൻ്റെ മാത്രം, അതായത് സ്റ്റഡീസിൻ്റെ കാര്യങ്ങളുമായിട്ട് മാത്രം. പ്രത്യേകിച്ച് ഞാൻ ചെന്നൈ ബേസിലാണ് പഠിച്ചത്. പിന്നെ അവിടുന്ന് പഠിച്ചിറങ്ങി എല്ലാ കാര്യങ്ങളോടെ ഇറങ്ങി വരുമ്പോൾ എന്തോ ഒരു 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ പൊട്ടിക്കാണും. 10 ആയിരിക്കത്തില്ല, അതിൽ കൂടുതൽ പൊട്ടിക്കാണും. മറ്റ് എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം, ഹോസ്റ്റല്, ഫുഡ് കാര്യങ്ങളെല്ലാം ഓക്കെ, അതെല്ലാം നമ്മൾ കണക്കാക്കുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ഷെഫുമാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഷെഫുമാർക്ക് എന്നല്ല, ഹോട്ടൽ ഇൻഡസ്ട്രി കിടക്കുന്ന നമ്മുടെ എല്ലാ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് സർവീസ്, എന്താ പറയുക, ഫ്രണ്ട് ഓഫീസ്, അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് സെക്ഷനിലുള്ള നമ്മുടെ ടീംസ്, ഇവരെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടാണ് വർക്ക് ചെയ്യുന്നത്. 8 മണിക്കൂറൊന്നും അല്ല ഈ നേഴ്സുമാരെ സംബന്ധിച്ച് 8 മണിക്കൂറൊന്നും അല്ല നമ്മുടെ വർക്കിംഗ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ. 12 മണിക്കൂർ വരും. 12 മണിക്കൂറാണ് മിനിമം. 12 മണിക്കൂറും കഴിഞ്ഞും വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതായത് ഇത് ഒരിക്കലും കളഞ്ഞിട്ട് വരാൻ പറ്റത്തില്ല. പല പിള്ളേർക്കും നമുക്ക് ഒരു പാഷനാണ് ഇത് ചെയ്യാൻ. പക്ഷേ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ ഷെഫ് ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്. ഷെഫ് പറയുന്നുണ്ട്, ഇൻഡസ്ട്രിയിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിള്ളേരില്ല, പുറത്തോട്ട് പോകുന്നുണ്ട്. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇൻഡസ്ട്രിയിൽ ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പലർക്കും അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാനും വർക്ക് ചെയ്ത ടൈമിലൊക്കെ
നമുക്ക് രാവിലെ ഒരു ബ്രേക്ക് ഡ്യൂട്ടിക്ക് രാവിലെ നമ്മൾ 6 മണിക്ക് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 7 മണിക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു 3 മണിക്ക് ഒരു ബ്രേക്ക് കാണും. പിന്നെ നമുക്കൊരു 6 മണിയാകുമ്പോൾ പിന്നെ വൈകുന്നേരം കയറിയാൽ മതി. പിന്നെ രാത്രി ഒരു 11 മണി ക്ലോസിംഗ് ടൈം വരെ കാണിക്കും. അപ്പോൾ അതായത് ബ്രേക്ക് ഷിഫ്റ്റ് എന്ന് പറയും. ഈ 3 മണി തൊട്ട് 6 മണി വരെയുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനായിരിക്കും. ചിലപ്പം ഡ്രസ്സ് വാഷ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ളവരൊക്കെ ഒന്ന് വിളിക്കായിരിക്കും, നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് ടൈം. ഓക്കെ, ആ ഒരു ടൈം പോലും എന്താ പറയുക, നമ്മൾ ചെന്ന് കിടക്കുമ്പോൾ ഇതുപോലെ എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ ചെന്ന് കിടക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. ചെന്ന് നമ്മൾ റെസ്റ്റ് ഒക്കെ എടുക്കുന്ന ടൈമിൽ നമ്മളെ വിളിക്കും, റെസ്റ്റോറൻറ്റ് തിരക്കാണ്, നിങ്ങൾ പെട്ടെന്ന് പോവാ. ഓക്കെ, നമ്മൾ ഒരു ദിവസം പോയി, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും സെയിം പരിപാടി, റെസ്റ്റോറൻറ്റ് തിരക്കാണ്, 3 മണിക്ക് നിങ്ങൾ പോയ ആൾക്കാർ തിരിച്ചു പോകും, അല്ലെങ്കിൽ ഇച്ചിരി ലേറ്റായിട്ട് വിടുക, 5 മണിയായിട്ട് വിടും. 3 മണിക്ക് പോകേണ്ട ബ്രേക്കിന് 5 മണിയായിട്ട് പോകും, എന്നിട്ട് പോയി 6 മണിക്ക് തന്നെ തിരിച്ചു വരാൻ പറയുക. ചിലപ്പോൾ അല്ലെങ്കിൽ 6 മണിക്ക് കയറേണ്ടത് നമ്മളെ 5 മണിക്ക് വിളിക്കുക, അല്ലെങ്കിൽ 4 മണിക്ക് വിളിക്കുക. ഇതൊക്കെ ഒരുപാട് ഉറക്കത്തിനെയും കാര്യങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് പലതരത്തിലുണ്ടാവും. കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു വർക്കിംഗ് ടൈമുണ്ട്, ആ ഒരു ടൈമിൽ നമ്മൾ വർക്ക് ചെയ്യുക. അതിനുശേഷം അതിപ്പം ഏതാണെന്ന് പറഞ്ഞാൽ, ഏതൊരു ഇൻഡസ്ട്രി ആണെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനൊരു ടൈം കറക്റ്റ് മാനേജ് ചെയ്ത് പോയതില്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് സാലറി ഭയങ്കര കുറവാണ്. 12,000 രൂപ മുതലാണ് നമുക്ക് കിട്ടുന്നത്. അതായത് 4 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ട്രെയിനിങ്ങിന് പോയ ടൈമിൽ 8,000 രൂപ അവിടുത്തെ സ്റ്റാഫ് വാങ്ങിക്കുന്നുണ്ട്. 8,000 രൂപ ഒരു പയ്യൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ മുതലാവും എന്താവും എന്നൊന്നും അറിയത്തില്ല. ഇപ്പോഴത്തെ ഇതേ പ്രശ്നങ്ങൾ, അതായത് സാധനങ്ങളുടെ എല്ലാം വില കൂടുതലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ നമുക്കും ചിലവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കൂടെ ഉന്നയിക്കുകയാണ്. കറക്റ്റ് ടൈമിങ്ങിൽ നമ്മളെ വലിയ പ്രഷറില്ലാതെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു ടീം വർക്ക് നമ്മുടെ ഹോട്ടൽ ഇൻഡസ്ട്രി ഉണ്ടായി വരുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു മൈൻഡ് ഉണ്ടാവും. സാലറി ഇല്ല എങ്കിൽ പോലും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാനൊക്കെ ടൈം ഉണ്ടാവും. ഇത് ഇങ്ങനൊരു പ്രഷറും തരും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഹോട്ടൽ ഇൻഡസ്ട്രി കാണും. ആ പ്രശ്നം ഫേസ് ചെയ്തതിന് ശേഷം പിന്നെ സാലറിയും കൂടെ കുറവാകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പെട്ടെന്ന് ഭയങ്കര പാടാണ് അക്സെപ്റ്റ് ചെയ്യാൻ പലർക്കും. നല്ല രസമാണ്, നല്ല അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലെ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഭയങ്കര സന്തോഷത്തോടൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യാനൊക്കെ പോകുന്നത്. എന്നാൽ ഈ ഒരു സംഭവം എന്താ പറയുക, ഒരു കാരണം വെച്ചാലും പറ്റാത്ത രീതിയിൽ പലരും കളഞ്ഞിട്ട് പോകുന്നൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം കൂടെ പറയുകയാണ്, നല്ല രീതിയിൽ നമ്മുടെ ഇൻഡസ്ട്രിയും കൂടെ ഒന്ന് സെറ്റപ്പായി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ഷെഫ് പറയുന്ന പോലെ ശരിയാണ്, ഭയങ്കര പ്രശ്നമാണ് ഈ സാലറിയുടെ കാര്യം. അപ്പോൾ ഇപ്പം നേഴ്സുമാരുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹോട്ടൽ ഇൻഡസ്ട്രിയും കൂടെ എന്താ പറയുക ഒന്ന് പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. ആരാണ് ഇതിൻ്റെ അധികാരികൾ ഒന്ന് പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിൻ്റെ എന്താ പറയുക, അതെ പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് അതേ പ്രഷർ, നല്ല രീതിയിൽ പ്രഷർ കിട്ടുന്നവരാണ് ഈ നേഴ്സുമാരും. അപ്പോൾ ഡോക്ടർമാരെക്കായാലും പ്രഷർ ചിലപ്പം ഇവർക്ക് കാണാം. ഓരോ ജീവന് വേണ്ടി അവർ എത്ര എഫേർട്ട് ഇടുന്നുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ്, അവർ സംസാരിക്കുന്നതൊക്കെ. അതേ സംഭവം തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫുഡ് കൾച്ചർ. അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട്, നല്ല രീതിയിൽ, നല്ല ഭക്ഷണമായിട്ടും നല്ല ഒരു ജീവിതശൈലിയിൽ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നൊരു വിഭാഗം ടീമുകളാണ് ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിലും ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും പ്രഷറുണ്ട്, ഗസ്റ്റിൻ്റെ അടുത്തുനിന്നും പ്രഷറുണ്ട്. കറക്റ്റ് പ്രോപ്പറായിട്ട് ഫുഡ് കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നീറ്റായിട്ട് കൊടുക്കണമെന്നുള്ള രീതിയിൽ അവരും അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതേ സാലറി അവരും ആഗ്രഹിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു സാലറി കിട്ടിയാൽ കുഴപ്പമില്ല, എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തിനും ഒക്കെ ജീവിച്ചവൻ ഇന്ത്യയിൽ നിന്ന് പണിയെടുത്താൽ മതി. പല പഠിക്കുന്ന പിള്ളേരും ഇന്നിപ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രിയിലായാലും പോട്ടെ, മെഡിക്കൽ സെക്ഷനിലാണെന്ന് പറഞ്ഞാലും ആരും നാട്ടിലില്ലാത്തതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സാലറി ഇല്ലായ്മ തന്നെയാണ്. മറ്റു പല നാട്ടിലോട്ടും മാറുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. ഇവിടെ സാലറി എന്തെങ്കിലും സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലൊരു 40 രൂപ 35 രൂപ ആ ലെവലിൽ തന്നെ പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇന്ത്യ വളരും. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജോലി എടുക്കാൻ തോന്നും. സ്വന്തം നാട്ടിൽ നിന്ന് ഇത്ര എമൗണ്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് സമാധാനമുണ്ട്. പിന്നെ പൊസിഷൻ ബേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാലറി കൂട്ടിക്കും. ഒരു തരത്തിലും ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവങ്ങളാണ്. പിന്നെ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അക്കോമഡേഷനും ഫുഡും തരും. പല ഹോട്ടലിലും തരുന്നുണ്ട്. ചില ഹോട്ടലിൽ മാത്രമേ ഉള്ളൂ അക്കോമഡേഷൻ എന്താ പറയുക ഷെയറിങ്ങിന് ചിലപ്പോൾ വല്ല പൈസ കൊടുക്കേണ്ടിയോ എന്തെങ്കിലും പ്രശ്നം വരുന്നത്. നല്ല ആഹാരം എന്തോലും തരും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി വെച്ച് നോക്കുവാണെങ്കിൽ ഹോട്ടൽ ഇൻഡസ്ട്രിക്ക് ഒരു ഭയങ്കര ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. എന്നെന്ന് പറഞ്ഞാൽ പോലും 10 രൂപ 12 രൂപ വെച്ചിട്ട് ഇന്നത്തെ ഒരു ജീവിതം ലൈഫ് ഓടിക്കാൻ വലിയ പാടാണ്. അപ്പോൾ ഈ ഒരു സംഭവം കൂടെ ഷെഫ് പറഞ്ഞപ്പം എനിക്ക് കുറച്ചുകൂടെ ചിന്തിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഷെഫും നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും കൂടെ ഒക്കെ ഒന്ന്, അതായത് ഈ ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മളെ കൂടെ പരിഗണിക്കുക, നമ്മൾ ഈ ഫീൽഡിലേക്ക് ഉള്ളവരാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വരുന്ന പിള്ളേരാണെങ്കിലും ഒരിക്കലും മനം മടുത്തു പോകരുത്. നല്ല രീതിയിൽ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ എന്തെങ്കിലും മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഫേസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് അതൊരു പാച്ചപ്പ് ചെയ്തങ്ങ് പൊക്കോളും. അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. നല്ല ടൈമിങ് മെയിൻറ്റെയിൻ ചെയ്യുക. പല ഹോട്ടലുകളിലെയും കാര്യം എനിക്ക് പറയാനുള്ളത് ടൈമിങ് മെയിൻറ്റെയിൻ ചെയ്യുക. കറക്റ്റ് ടൈമിങ്ങിന് ആളില്ല എങ്കിൽ ഒരുപാട് തിരക്കുണ്ട് എന്ന് തോന്നുന്നു, ശരിയാണ്. അവർ പറയും ഒരുപാട് തിരക്കുണ്ട്, പക്ഷെ അവർ അതിനനുസരിച്ചുള്ള സ്റ്റാഫിനെ സെറ്റ് ചെയ്യുക. ഓക്കെ, ആ സ്റ്റാഫിനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കാരണം വെച്ചാലും എന്താ പറയുക, ഈ ഉറങ്ങുന്ന ആളെ പിടിച്ചു പോക്കേണ്ട ആവശ്യമോ ഒന്നും വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്റ്റാഫിനെ അതിൻ്റെ രീതിയിൽ ഹയർ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് എടുക്കുവാണെങ്കിൽ ഒരാൾക്കൊരു ലീവ് എടുത്തെന്ന് പറഞ്ഞാൽ പോലും അവിടെ ഒരു ഷോർട്ടേജ് ഫീൽ ചെയ്യത്തില്ല. കാരണം എൻ്റെ ഫ്രണ്ട് ലീവ് എടുത്തത് കൊണ്ട് ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് നാളെ എനിക്ക് ലീവ് എടുക്കേണ്ടതാണ് എന്ന് ചിന്തിച്ച് അവൻ എൻ്റെ കൂട്ടുകാരന് വേണ്ടിയോ അല്ല എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടിയോ നമ്മൾ ജോലി ചെയ്യും ഇൻഡസ്ട്രിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങളോടൊക്കെ ഒന്ന് പരിഗണിക്കുക. സാലറി നല്ല രീതിയിൽ ഒന്ന് സെറ്റപ്പ് ചെയ്ത് തരുവാണെങ്കിൽ നമ്മുടെ ഫീൽഡിലുള്ള എല്ലാവർക്കും ഇന്ത്യയിൽ നിന്ന് പണിയെടുക്കാൻ വലിയ താല്പര്യമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് രൂപത്തിൽ എഴുതപ്പെടണം. അപ്പം മറ്റൊരു നല്ലൊരു അഭിപ്രായം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. വണക്കം.